ഫാദർ ഗിൽബർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതി. വിരോധിയുമായ ചുറ്റുവട്ടങ്ങളിൽ അനേകം വരികയും അനേകം ജീവസ്ഫുടങ്ങളായി മാറിപ്പോവുകയും ചെയ്തപ്പോൾ 33 വർഷമായി അവിടെ താമസിച്ച ഞങ്ങളുടെ ഒരു ദോഷത്തിന് റേഡിയേഷനായ യാതൊരു അനുഭവങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടായില്ല. അതിന് കാരണമായി ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവമാതാവിനോടുള്ള ആ ഭാവാത്മത്തെ പറ്റിയാണ് എന്ന് എഴുതിയത് വായിക്കേണ്ടതായി. വലിയ വെള്ളപ്പൊക്കവും കെടുതിയുമെല്ലാം ഉണ്ടായപ്പോൾ പെട്ടെന്നും ദൈവത്തെ മുഴുവനായി സംരക്ഷിച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആത്മാവ് ദൈവമാതാവ് ലോകത്തിന്റെ പെട്ടകത്തിന് തുല്യമാണ്. മാത്രമല്ല മരുഭൂമിയിലെല്ലാം പ്രാർത്ഥനകളിലും കാണുവാൻ കഴിയും. സൂര്യാസഭയുടെ അരങ്ങളിലും ശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ദാവീദിന്റെ കോട്ടയായ സമാധാനം. ദാവീദിന്റെ കോട്ട അനേകത്തിന് ക്ഷണവും കാണിയുകയും പെട്ടകം ഇടത്തെ എത്താണിയാണെങ്കിൽ ഭൂമിയിലെ വലിയ അനുഭവം കാണിയുമാണ് ദാവീദിന്റെ കോട്ട. അപ്പോൾ നമ്മുടെ ആത്മാവ് ശക്തമായി ദൈവമാതാവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ആ മധ്യസ്ഥത്തെ കുറിച്ചൊക്കെയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതും കാണാനായിട്ട് കഴിയും. ഏറ്റവും ഈ കാലത്ത് ദൈവമാതാവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള ഒന്ന് യാതൊരുവിധ ഉപാധികളുമില്ലാതെയാണ് അല്ലെങ്കിൽ ഒരുവിധ സന്ദേശിച്ചുമില്ലാതെയാണ് ഈ യഹൂദവൻകുട്ടി ദൈവവചനത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടത്. ഞാനിതൊക്കെ ദൈവവചനവും ദൈവവിശ്വാസവും എന്തിന് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹം പോലും ഉപാധികളോട് വയ്ക്കുമ്പോൾ സന്ദേശിച്ചുണ്ടാക്കി വയ്ക്കുമ്പോൾ യാതൊരു ഉപാധികളുമില്ലാതെയാണ് ഈ പെൺകുട്ടി ദൈവത്തെ ഉള്ളിൽ ഉൾക്കൊണ്ടത്. ആ കാലത്തെ പൂർവ്വകാലത്തിൽ സ്ത്രീകൾക്കത്ര ശക്തിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും താൻ ഉൾക്കൊണ്ടിട്ടുള്ള അനുഭവങ്ങളെ മനുഷ്യനിലേക്ക് ലോകത്തിലേക്ക് വാഴാൻ ഉള്ളിൽ സംഗ്രഹിക്കുവാൻ അത് മനസ്സിലാക്കുവാനുള്ള വിവേകം ദൈവങ്ങൾ കൊടുത്തു എന്ന് കാണാനായിട്ട് കഴിയും. ഈ കാലം സമാനമായ നിത്യകാലത്തിലുള്ള മധ്യസ്ഥ അതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ കാണാനായിട്ട് കഴിയും. എന്തിനാണ് വർത്തമാന കാലത്ത് ഇങ്ങനെയുള്ള മധ്യസ്ഥത്തിന്റെ ആവശ്യകത നാം അപ്പോൾ തന്നെ ചോദിക്കേണ്ടതാണ്. വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന എക്കാലത്തെയും മനോഹരമായ കഥാപാത്രമാണ് സഖായി. ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ചിന്ത സഖായി ദൈവത്തെ കാണുവാൻ ഒരു പ്രഭാതത്തിൽ യാത്രയാവുകയാണ്. ധാരാളം യാത്രയിലൊക്കെയും സഖായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചുങ്കപ്പിരിക്കുന്ന സമയത്ത് തന്റെ സ്ത്രീകന്മാരായി ഒരുമിച്ചിരിക്കുമ്പോൾ ഒക്കെ യേശുവിനെ കുറിച്ച് കേട്ടതാണ്. എന്നാൽ ഒരിക്കൽ പോലും താൻ കണ്ടിട്ടില്ലാത്ത ഈ യുവപുരുഷനെ കാണുവാനായി സഖായി യാത്ര ചെയ്യുകയാണ്. വേദപുസ്തകം പറയുന്നു 2 കാരണങ്ങൾ കൊണ്ട് സഖായിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. ഒന്ന്, തന്റെ തന്നെ കാരണം സഖായിയുടെ പൊക്കത്തോട്. രണ്ടാമത്തത്, ചില ആളുകൾ കൂടി പുരുഷാരത്തിന് പൊക്കം കുറഞ്ഞതുകൊണ്ടും പുരുഷാരം നിമിത്തം സഖായിക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. പൊക്കം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു പ്രശ്നമാണ്, പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പൊക്കം മനുഷ്യന്റെ ജീവിതത്തിലെ ദൈവം കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠമായ അനുഭവമാണ്. പൊക്കം കുറഞ്ഞതുകൊണ്ട് സഖായിക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. പുരുഷാരം നിമിത്തം സഖായിക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. പൊക്കം കുറവാണെന്നുള്ളത് പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ല. ഇന്നാണെങ്കിൽ അത് സാധ്യത പോകാൻ കുറിച്ചാലും, പക്ഷേ അത് യാതൊരു സാധ്യതയില്ല. മാത്രമല്ല പുരുഷാരം ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സഖായി ദൈവത്തെ കാണാൻ പുറപ്പെടുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ വിചാരിച്ചത് എത്രയും പുരുഷാരം ഉള്ളതുകൊണ്ട് ഇത് വേണ്ട, അടുത്ത ദിവസമായിരുന്നു. എന്നാൽ സഖായി ഇറങ്ങി പുറപ്പെട്ടവനാണ്. അവൻ ക്രിസ്തുവിനെ കാണുവാനായിട്ട് വളരെ
മാനസികാവസ്ഥകളിൽ വൈകല്യങ്ങളിൽ ഒക്കെ നമുക്ക് പൊക്കക്കുറവുള്ള ആളുകളാണ്. പൊക്കം കുറവുള്ളവന് ദൈവത്തെ കാണാൻ കഴിയുകയില്ല. രണ്ടാമത്തെ പുരുഷാരമാണ്. ഞങ്ങളെ പോലുള്ള ആളുകൾ വീണ്ടും ക്രിസ്തുവിനെ അക്കാലത്ത് കാണിച്ചു കൊടുക്കാൻ ഒത്തിപ്പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സഖായി മുന്നോട്ട് ഓടാൻ ശ്രമിച്ചത്. മുന്നോട്ട് ഓടിയതുകൊണ്ട് മാത്രം ഈ അഞ്ച് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതല്ല, ഒക്കക്കുറവോ പുരുഷാരമോ പരിഹരിക്കപ്പെടുന്നതല്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, അവനടുത്ത് കണ്ട പൊക്കമുള്ള ഒരു അസ്ഥിയിൽ കയറി. തന്റെ ഒക്കക്കുറവിനെയും പുരുഷാരത്തെയും എല്ലാം അതിജീവിക്കുവാൻ വേണ്ടി സഖായി കണ്ടെത്തിയ പൊക്കമുള്ള ഒരു അസ്ഥിയായിരുന്നു. അസ്ഥിയിൽ കയറിയതോടുകൂടി അവൻ ദൈവം കണ്ടു. എന്തിനാണ് ദൈവം അവരോട് പറഞ്ഞത്? എല്ലാം ഒക്കക്കുറവും സമൂഹത്തിന്റെ സാമൂഹ്യ തിന്മകളെയെല്ലാം അതിജീവിക്കുവാൻ ദൈവത്തോടുള്ള മാതാവിന്റെ മധ്യസ്ഥ മുഖാന്തരം നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. പൊക്കമുള്ള ഒന്നിന്റെ മുട്ടുകൂടിയപ്പോൾ പൊക്കമില്ലാത്ത സഹായിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നതുപോലെ ദൈവമാതാവുമായുള്ള ഒരു വലിയ കൂട്ടുമുഖാന്തരമായി നമുക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയും. മറ്റുള്ളവരെ ഇതിനാണ് സുറിയാനി സഭ മാതാവിനോടുള്ള മധ്യസ്ഥതയും മാതാവിനോടുള്ള ആഗ്രഹമൊക്കെ ശക്തമായി അറിയിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഞാനെല്ലാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയായി നാം ദൈവത്തെ കണ്ടുകഴിയുമ്പോൾ മാതാവിന്റെ പ്രാർത്ഥനയെയും നമുക്ക് ശരണം. എന്താണ് മാതാവ് പറഞ്ഞത്? ഒരുപാട് സംശയങ്ങളിലും ഒരുപാട് കുറ്റങ്ങളിലും മാതാവിന്റെ പ്രാർത്ഥന ഏറ്റവും ചെറുതും എന്നാൽ വലിയതുമാണ്. ദൈവത്തിന്റെയും ഏറ്റവും അനുഗ്രഹകരമായ പ്രാർത്ഥന ലോകം നൽകിയിട്ടുള്ള ഇത്ര മനോഹരമായ പ്രാർത്ഥനയ്ക്ക് ദൈവമാതാവ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വാക്കി നിന്റെ ഇഷ്ടം പോലെ. ഇത് നമ്മുടെ ഇഷ്ടങ്ങൾ വഹിക്കാനാണ്, നമ്മുടെ താല്പര്യങ്ങൾ എവിടെയും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് നാം എത്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എന്നാൽ ദൈവമാതാവ് പഠിപ്പിച്ചങ്ങനെയില്ല, ഞാൻ ദൈവത്തിന്റെ വാക്കിയാണ് നിന്റെ ഇഷ്ടപ്പെടുന്നത്. വാസ്തവങ്ങളെ നമ്മൾ ആ പ്രാർത്ഥനയോടുകൂടെ ഈ ഓരോ കൂടുതൽ കൃത്യമാക്കിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനായി, ദൈവത്തെ മാത്രം നിലനിൽക്കുവാനായി അമ്മ പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിന്റെ വാക്കിയാണ് വിദേശത്തിൽ ഭവിക്കട്ടെ പ്രാർത്ഥിക്കുവാനായിട്ട് ദിവസങ്ങളിലാകട്ടെ പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധ ദേവാലയം നമ്മുടെ അഭിമാനമായി ചരിത്രത്തിൽ നിലനിർത്തുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ദൈവത്തെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഈ ചരിത്ര ദേവാലയത്തിൽ വളരെയായിട്ട് ഓർമ്മിപ്പാനും വളരെ വൈദിക ശ്രേഷ്ഠർ എന്നോട് ചുറ്റുവട്ടത്തിൽ നിന്ന് വിശുദ്ധാരാധന അർപ്പിച്ച വൈദിക ശ്രേഷ്ഠർ ദൈവത്തോടുകൂടെ നന്ദിയും സ്നേഹവും അറിയുന്നതോടൊപ്പം ഈ പ്രാർത്ഥനയിൽ എന്റെ ഒപ്പത്തിൽ പ്രാർത്ഥിച്ചതോടുകൂടി നന്ദിയും സ്നേഹവും ഈ യോഗത്തിൽ ദൈവം